ഇപ്പോൾ വരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത, റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിൽ ഒരു വമ്പൻ ആക്രമണം നടത്തിയിരിക്കുകയാണ് യുക്രൈൻ. ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. യുക്രൈൻ മോസ്കോ ആക്രമിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ എന്നുള്ളതാണ്. യുക്രൈൻ എങ്ങനെ ഇവിടെ ആക്രമണം നടത്തി എന്നുള്ള അമ്പരപ്പിലാണ് ഇപ്പോൾ റഷ്യ നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്കറിയാം, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തീർക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യുക്രൈൻ വലിയ രീതിയിലുള്ള ആക്രമണം റഷ്യയിലേക്ക്, അതായത് തലസ്ഥാനത്തിലേക്ക് തന്നെ നടത്തിയിരിക്കുന്നത് അറിയാൻ സാധിക്കുന്നത്. ഈ ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഔദ്യോഗികമായുള്ള വിവരം ഒന്നും തന്നെ ഈ നിമിഷത്തിൽ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡ്രോൺ വഴിയുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നൂറുകണക്കിന് ഡ്രോണുകളാണ് യുക്രൈന്റെ മോസ്കോയിലേക്ക് പറന്നിറങ്ങിയത്. അങ്ങനെയാണ് യുക്രൈൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. 300 ഡ്രോണുകളാണ് റഷ്യ തകർത്തെറിഞ്ഞത് എന്ന് റഷ്യയും ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. ഈ 300 ഡ്രോൺ റഷ്യ തകർത്തെറിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു വമ്പൻ ആക്രമണമാണ് എന്ന് തന്നെ നമുക്ക് പ്രധാനമായും പറയേണ്ടി വരും. ഇനി ഈ ആക്രമണത്തിന് പിന്നിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ ഒരു ശക്തി ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. നേരത്തെ ബ്രിട്ടൻ അടക്കം യുക്രൈന് 20,000 കോടി രൂപ വായ്പ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോളണ്ട് അടക്കം അവരുടെ രാജ്യത്തെ യുവാക്കളെ നിർബന്ധിത സൈനിക സേവനത്തിലേക്ക് വിളിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. നാറ്റോയുടെ ശക്തി നമ്മൾ തെളിയിക്കണം, നാറ്റോ സാഹസികതയ്ക്ക് മുതിരണമെന്നാണ് പോളണ്ട് ആ സമയത്ത് പറഞ്ഞിരുന്നത്. വലിയ രീതിയിൽ ഇത് ചർച്ചയായിരുന്നു. റഷ്യ അടക്കം നാറ്റോയുമായ ഒരു യുദ്ധത്തിന് പോകരുത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. യുക്രൈൻ പ്രസിഡന്റിനെ ഡൊണാൾഡ് ട്രംപ് അധിക്ഷേപിച്ച് ഇറക്കി വിട്ടതിന് പിന്നാലെയാണ് വലിയ സഹതാപ തരംഗം യുക്രൈന് മേൽ അലയടിച്ചത്. സർവ്വ സൈന്യവും, അതായത് നമ്മുടെ സകല സൈന്യങ്ങളെയും യുക്രൈന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രസിഡന്റ് കെയർ സ്റ്റാർമർ പോലും പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് യുക്രൈൻ മോസ്കോയിലേക്ക് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അമ്പരപ്പിലാണ് റഷ്യ. യുക്രൈനെ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഈ ആക്രമണം നടത്താൻ സാധിക്കുന്നത് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അതിൽ നിന്നാണ് ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും നാറ്റോ ശക്തിയുടെ വലിയ രീതിയിലുള്ള കൈയുണ്ടോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പിന്തുണയുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ റഷ്യ സംശയിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പുതിൻ വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 3ാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയാണ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനോട് പറഞ്ഞത്. നിങ്ങൾ 3ാം ലോക മഹായുദ്ധം കയ്യിൽ വെച്ച് പന്താടുകയെന്നാണ് സെലൻസ്കിയോട് റഷ്യൻ പ്രസിഡന്റ് പുതിൻ പറഞ്ഞിരുന്നത്. അതിപ്പോൾ സത്യമാകുന്ന രീതിയിൽ റഷ്യ നേരിട്ട് മോസ്കോയിലേക്ക്, ജനനിബിഡമായിട്ടുള്ള മോസ്കോയിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു, ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ വരും മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കും എന്നുള്ള വലിയ ഒരു ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.